ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെലൻ്റെ ചേച്ചിയുടെ കുട്ടിക്കുണ്ടായ കുറച്ച് അനുഭവം, സ്കൂളിൽ നിന്നുണ്ടായ കുറച്ച് ക്രൂരതകളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹെലൻ പറയുന്നുണ്ട് തൻ്റെ കുട്ടി ഭയങ്കര പഠിത്തക്കാരനോ അല്ലെ ഭയങ്കര കഴിവുള്ള കുട്ടിയാണെന്നൊന്നും അവർ പറയുന്നില്ല. കാരണം തൻ്റെ കുഞ്ഞിന് കുറച്ച് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേപോലല്ല കഴിവുള്ളത്. ചില കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും, ചില കുഞ്ഞുങ്ങൾ പതുക്കെ അവർക്ക് മനസ്സിലാക്കി വരത്തുള്ളൂ. അപ്പോൾ അതൊരിക്കലും അത് ആ കുട്ടിയുടെ തെറ്റല്ല, അത് ദൈവം ഓരോരുത്തർക്ക് ഓരോ കഴിവാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ച് തൻ്റെ കുട്ടി മന്ദബുദ്ധിയോ അല്ലെ ബുദ്ധിയില്ലാത്ത കുഞ്ഞോ ഒന്നുമല്ല. അപ്പം അതിന് പതുക്കെയാണ് അത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നത്. അതിനെ എന്നിട്ട് കുറ്റപ്പെടുത്തുകയോ അല്ലെ ടീച്ചേഴ്സ് അതിനെ കളിയാക്കുകയോ വഴക്കു പറയുകയോ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തുവാ, നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ ഏൽപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്തോ ആ കുറച്ച് സ്കൂളിൽ വിടുന്ന അല്ലെ പഠിപ്പിക്കുന്ന ടൈമിൽ ഒരു അമ്മ എന്ന നിലയ്ക്ക് ആ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കി അല്ലെ അതുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്ത് അതുങ്ങൾക്ക് ഒരു മുന്നോട്ട് വരാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുകയാണ് ടീച്ചേഴ്സ് ചെയ്യുന്നത്. ഇപ്പം എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ കുറ്റം പറയുന്നില്ല, കുറച്ച് ടീച്ചേഴ്സുണ്ട് താരതമ്യം ചെയ്യുക. അതായത് പഠിക്കുന്ന കുട്ടികളെ കൂടുതൽ ഇഷ്ടപ്പെടുക, പഠിക്കാത്ത കുട്ടികളെ എപ്പോഴും കുറ്റം പറയുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൂടുതൽ വേദനിപ്പിക്കുക. അത് ചില ടീച്ചേഴ്സിനെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാർക്ക് കൂടിയ, പണ്ടൊക്കെ ഇങ്ങനെയാണ്, ഒരു മാർക്ക് കൂടിയ കുട്ടിയെ ഫസ്റ്റ് ബെഞ്ചിൽ കൊണ്ട് ഒന്നാമതിരുത്തും. ഇനി മാർക്ക് കുറഞ്ഞ കുട്ടികളെ ഉണ്ടല്ലോ ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടിരുത്തും. ചിലരത് പറയും, ഇനി അങ്ങനെയെങ്കിലും അത് കണ്ടിട്ട് ആ ലാസ്റ്റിലിരുന്ന കുട്ടി വാശിയോടെ എത്താൻ ശ്രമിക്കുമെന്ന്. പക്ഷേ എന്തായാലും ആ കുട്ടിയുടെ മനസ്സിൽ അന്നേരം ഭയങ്കര വേദനയായിരിക്കും ഉണ്ടാവുന്നത്, ഭയങ്കര ഒരു മുറിവായിരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ ഏൽക്കുന്നത്. ഇപ്പം അതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഹെലൻ കുറേ കാര്യങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ കുട്ടിയോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ചേച്ചിയുടെ കുട്ടിയോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. ഇപ്പം ആ ചേച്ചി പറയുന്നുണ്ട്, അതായത് ഈ ഇംഗ്ലീഷ് സോങ്ങും കാര്യങ്ങളും സ്കൂളിൽ നിന്ന് പഠിക്കാൻ കൊടുക്കും. ഇപ്പം നമ്മുടെ ഒട്ടുമിക്ക സ്കൂളിൽ നിന്നും ഇപ്പോൾ LKG-യിലായിക്കോട്ടെ UKG-യിലായിക്കോട്ടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുമ്പോൾ അവർക്ക് ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുറേ നോട്ട്സായിരിക്കും എഴുതാൻ വീട്ടിൽ കൊടുത്തു വിടുന്നത്. അതായത് വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് പോകാൻ കുറേ നോട്ട്സായിരിക്കും. അപ്പോൾ അത് ടീച്ചേഴ്സിനേക്കാളിലും കൂടുതൽ മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അത് അവരെ എഴുതാനുള്ള കാര്യങ്ങൾ ഫുൾ എഴുതിപ്പിച്ചപ്പോൾ കുറേ തവണ ഈ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ LKG കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അത് ഫുള്ള് മാതാപിതാക്കൾ കഷ്ടപ്പെട്ടിരുന്ന് ഇരുന്ന് എഴുതിപ്പിച്ചായിരിക്കും വിടുന്നത്. ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ കൂടി അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വന്നിട്ട് മാതാപിതാക്കൾ പിറ്റേന്ന് സ്കൂളിലോട്ട് വിടാൻ വേണ്ടി ഇത് ഫുൾ അതുങ്ങളെ അങ്ങോട്ട് കളിക്കാനും അങ്ങോട്ടും ചാടാനും ഇങ്ങോട്ടും വിടാതെ പിടിച്ചിരുത്തി എഴുതിപ്പിച്ച് വിടുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കതിനോട് ഒട്ടും യോജിക്കാൻ കഴിയത്തില്ല. കാരണം ഞാനും കാണുന്നുണ്ട് എൻ്റെ ചേച്ചിയുടെ കുട്ടികളെ ആണെങ്കിൽ പിടിച്ചിരുത്തി അവർ വഴക്കു പറഞ്ഞൊക്കെ ഇരുത്തി എഴുതിപ്പിച്ച്, കാരണം തെറ്റിയാൽ അടിയും കൊടുത്ത് ഒക്കെ എഴുതിപ്പിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കും, ആ കുഞ്ഞുങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ, അതുങ്ങൾക്കൊന്നും കളിക്കാൻ പറ്റുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ മാതാപിതാക്കൾ എന്തുവാ ചെയ്യുന്നത്, നമ്മുടെ കുട്ടി നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ മാതാപിതാക്കൾ വേറൊരു തെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരിക്കലും തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ മക്കളുടെ കാര്യത്തിൽ അതുങ്ങളുടെ കഴിവ് മനസ്സിലാക്കി ആ ലെവലിലുള്ള സ്കൂളിൽ വിടാൻ ശ്രമിക്കണം. അതായത് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല സ്കൂളിൽ വിടണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അതുപോലെ തന്നെ അവരെ എത്ര രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാം, അത്രയും നമുക്ക് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം അതെല്ലാം നമ്മൾ മാതാപിതാക്കൾ ചെയ്യും. അതൊരു മാതാവെന്ന നിലയിൽ നമ്മൾ ആരും ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവിനനുസരിച്ച് വേണം അവരെ വളർത്തിയെടുക്കാൻ. ചില കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ് കാണണമെന്നില്ല. അത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. അതിനനുസരിച്ച് വേണം നമ്മൾ
വിടേണ്ടത്. ഞാൻ ഒരിക്കലും അവരെ തെറ്റ് പറയുകയല്ല. കാരണം ഞാനും ഒരു മാതാവെന്ന നിലയിൽ എനിക്കറിയാം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല സ്കൂളിൽ വിടാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കൾക്ക് അനുയോജ്യമായ ചില സ്കൂളിൽ കണ്ടമാന ഫീസും കാര്യങ്ങളും ഒക്കെ മേടിക്കും. എന്നിട്ട് നമ്മുടെ മക്കളെ ഉണ്ടല്ലോ പല കാര്യത്തിലും അവർ ഈ നീറ്റ് ആൻഡ് ക്ലീനപ്പ് പോലെ പല കാര്യങ്ങളും പറയും. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് ഉൾക്കൊണ്ട് കഴിയാൻ പറ്റുന്നോ എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ അവിടെ ഹെലൻ്റെ ചേച്ചി പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ ഇംഗ്ലീഷ് സോങ് ഒക്കെ പാടാൻ കൊടുക്കുന്നു. എന്നിട്ട് കുഞ്ഞിന് അതിനോട് വലിയ താല്പര്യമില്ല. പക്ഷേ ഒരു മാർക്ക് ഷീറ്റ് കാണിക്കുന്നുണ്ട് ഹെലൻ. അതിലാണ് കുഞ്ഞിന് A+ കിട്ടിയിട്ടുമുണ്ട്. എന്നിട്ടും പറയുന്നു അവരുടെ കുഞ്ഞൊട്ടും പഠിക്കുന്നില്ല, പഠിത്തത്തിൽ ഭയങ്കര മോശമാണ്. പക്ഷെ മാർക്ക് നല്ല ഉണ്ട്. അതിൻ്റെ തെളിവ് സഹിതം ഹെലൻ കാണിക്കുന്നുണ്ട്. അപ്പം ആ കുഞ്ഞിനോട് എനിക്ക് തോന്നുന്നു നേരത്തെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇവരത് പോയി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇത് വെച്ച് ആ കുഞ്ഞിനെ അവർ മാറ്റി നിർത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് ചോദ്യം ചെയ്തതിന് ആ ഒരു കാരണത്താൽ ആ കുഞ്ഞിനെ പല കാര്യത്തിലും അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കുട്ടി അടിച്ചപ്പോൾ ആ കുട്ടിയോട് തിരിച്ചടിപ്പിച്ചാണ് അത് സോൾവ് ആക്കുന്നത്. അതൊക്കെ എന്തൊരു ന്യായം! അതൊക്കെ ടീച്ചേഴ്സ് എന്ന നിലയിൽ ചെയ്യാൻ പാടുള്ളതാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം നമ്മൾ പറയും എനിക്കൊന്ന് കിട്ടിയാൽ തിരിച്ചത് കൊടുക്കണമെന്ന് പറയുന്നത് കൊച്ചു കുട്ടികളോടാണോ പറയുന്നത്? മുതിർന്നവരോടൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മൾ ആ കൊച്ചു കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സ്കൂളിൽ വിടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര സംരക്ഷണം കിട്ടുമെന്നോ നമുക്ക് പോലും അറിയത്തില്ല. ടീച്ചേഴ്സിനെ നമ്മൾ ദൈവമായിട്ടാണ് കാണുന്നത്. കുറച്ച് ടീച്ചേഴ്സുണ്ട് മക്കളെ വേർതിരിച്ച് കാണുക, അല്ലെ മക്കളെ വേദനിപ്പിക്കുന്ന കുറച്ച് ടീച്ചേഴ്സുണ്ട്. അപ്പം എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ പറയുന്നില്ല. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും നമ്മുടെ ദൈവമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരും കൂടി മനസ്സിലാക്കണം ഒരു മാതാവെന്ന നിലയിൽ മക്കളെ എത്രത്തോളം നമ്മൾ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ വലിയ സ്കൂളും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് എത്ര നല്ല വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് കരുതി നമ്മൾ കൊണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മാതാവിൻ്റെ വേദനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ എത്ര ആഗ്രഹിച്ചാണ് കൊണ്ടാക്കിയത്.